ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പകലിലെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു തിരുവെഴുത്ത് ദൈവസന്നിധിയിൽ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ വേദഭാഗം. ആ വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ദൈവമക്കളെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധി നേരിടുവാൻ സമ്മതിക്കാതെ കർത്താവിൻ്റെ കരുതലും കർത്താവിൻ്റെ കരുണയും കർത്താവിൻ്റെ സൂക്ഷിപ്പും എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കാനിടയാകണം. ഇന്നലെ, അതായത് ചൊവ്വാഴ്ചയായ ഇന്നലെ വൈകിട്ട് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഇന്നലെ പ്രസംഗിച്ച പ്രസംഗഭാഗം നഷ്ടപ്പെട്ടത് ദൈവം മടക്കിത്തരും എന്നുള്ളതായിരുന്നു. അത് തന്നെ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. പ്രാരംഭത്തിൽ ചില നഷ്ടങ്ങൾ വന്നു, പക്ഷേ പിന്നത്തേതിൽ ദൈവം അതിനകത്തൊരു അത്ഭുതം ചെയ്തു എന്നുള്ളതാണ് സത്യം. ഇന്നലെ ഒത്തിരി ഭാരത്തിന് നടുവിലൂടെ കടന്നുപോയി, പ്രതിസന്ധിയുടെ നടുവിലൂടെ കടന്നുപോയി. ഈ പ്രസംഗിക്കുന്ന എനിക്കും ഈ പ്രസംഗം കേൾക്കുന്ന നിങ്ങൾക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. പ്രസംഗിക്കുന്ന ഞങ്ങൾക്ക് പ്രതിസന്ധി ഇല്ലെന്നല്ല, ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ പരീക്ഷയിലൂടെ കടന്നു പോകുന്നത് ഞങ്ങളാണ്. പക്ഷെ അതിനകത്തും ഞങ്ങൾ ദൈവം ഉറപ്പിക്കുന്നുണ്ട്. അതാണ് സത്യം. ആ ഉറപ്പാണ് നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച വാതിലുകളും നമ്മൾ പ്രതീക്ഷിച്ച വ്യക്തിത്വങ്ങളും ഒക്കെ നമ്മളെ കൈവിടുമ്പോൾ ഹൃദയത്തിനകത്തുണ്ടാകുന്ന വേദന അത് താങ്ങാൻ കഴിയത്തില്ല. പക്ഷേ അവിടെ എല്ലാം തകർന്നു പോകാൻ അനുവദിക്കാതെ വിശ്വസ്തനായി നമ്മുടെ കൂടെയുള്ള ഒരു ദൈവം ഉണ്ട് എന്ന് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ തിരിച്ചറിയാൻ ഇന്നലകളിൽ ദൈവം എന്നെ സഹായിച്ചു. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ കൈമാറുന്നത്. ദൈവത്തെ അറിയാത്തൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. മദ്യപിച്ച് ദൈവത്തെ അറിയാത്ത ഒരു കാലഘട്ടം. പക്ഷെ അതിൻ്റെ നടുവിൽ കർത്താവിനെ കണ്ടെത്താൻ ദൈവം സഹായിച്ചു. ദൈവം എന്നെ തേടി വന്നു. ഞാൻ തേടിപ്പോയതല്ല, കർത്താവ് എന്നെ തേടി വന്നു. എല്ലാവരും കൈവിട്ടപ്പോൾ ആത്മഹത്യ മാത്രമേ മുൻപിലുള്ളൂ എന്ന് ചിന്തിച്ച് ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ നിന്ന സമയത്ത് എന്നെ തേടി വന്നത് കർത്താവാണ്. ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഒരു മനുഷ്യരും എൻ്റെ കൂടെ ഇല്ലായിരുന്നു, ഒരു വ്യക്തികളും എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാൻ സഹായിച്ച, ഞാൻ ആശ്രയിച്ച, ഞാൻ അഭയം തേടിയ ഇതെല്ലാം എന്നെ വിട്ടു. മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ച് മരിക്കാൻ നിന്നപ്പോൾ കർത്താവ് എന്നെ തേടി വന്ന് എന്നോട് സംസാരിച്ചൊരു വാക്കുണ്ട്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാവരും വെറുക്കപ്പെട്ടപ്പോഴും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് ആ കർത്താവ് വിശ്വസ്തനാണ് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞത്. മനുഷ്യരിലുള്ള നമ്മുടെ സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ നമ്മളെ വിശ്വസ്തനായി എണ്ണി നമ്മളെ ചേർത്ത് നിർത്തുന്ന വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്. അതാ കർത്താവായ യേശു. ആ ദൈവത്തിൻ്റെ കരുതല്
ഇന്നലെ ഞാൻ അനുഭവിച്ചു. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ഈ തിരുവെഴുത്ത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം. സാധാഗതിയിൽ ഒരു മനുഷ്യർക്ക് നേരിടുന്ന പരീക്ഷ പലർക്കും സഹിക്കാൻ കഴിയുകയില്ല. ആ സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവരുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അവരുടെ ജീവിതം ഒരു വിഷക്കുപ്പിയിലോ ഒരു കയറിൻ്റെ തുമ്പിലോ വെള്ളത്തിലോ ആറ്റിലോ ട്രെയിനിൻ്റെ മുമ്പിലോ കേസ് എവിടെയായാലും ജീവിതം അവസാനിപ്പിക്കുന്നത്. അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോഴാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഈ തിരുവെഴുത്തിലൂടെ ഞാൻ നിങ്ങളോട് കൈമാറി പറയാം. ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മേൽ ദൈവിക സംരക്ഷണവും ദൈവിക പ്രൊട്ടക്ഷനും ഉണ്ടെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് എന്താണെന്നറിയാമോ? തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു, മനുഷ്യർക്ക് നേരിട്ടില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തതുപോലെ ഒരു പ്രതിസന്ധി, പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് നേരെ ഇടാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ ആ വിഷയങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരമായി മാറാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ ദൈവം സംരക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തിനകത്ത് രണ്ട് പക്ഷമില്ല. അതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ദൈവം സൂക്ഷിക്കുന്ന ദൈവമാണ്. പലപ്പോഴും ഹൃദയം തകർന്നു പോകുന്ന വേദനകൾ, ഹൃദയം ഉടഞ്ഞു പോകുന്ന ചില തലങ്ങൾ, സഹിക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു വരുമ്പോഴും ആരൊക്കെയോ എൻ്റെ ഹൃദയത്തെ താങ്ങുന്നുണ്ട് എന്ന്, എന്നെ ആരോ കരുതുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത, ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കുന്നത് കൊണ്ടാണ് ദൈവം നിങ്ങളെ തകരാൻ അനുവദിക്കാത്തത്. അത് ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. അതെ, ഇന്ന് ഈ പകലിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ പറയാം, ഹൃദയം തകർന്നിരിക്കുന്ന അവസ്ഥയാകാം, പലവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവരാകാം. സ്തോത്രം, ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറി പറയാം, നിങ്ങൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. വചനം പറയാം, ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ദൈവം വിശ്വസ്തൻ, നിങ്ങളെ സൂക്ഷിപ്പാൻ, നിങ്ങളെ കരുതാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. ആ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അർത്ഥം, നീ കരയുന്നതിന് ആ വിഷയത്തിന് പരിഹാരവും കൂടെ ഉണ്ട്. നിങ്ങൾ തകർന്നു പോയ, നിങ്ങൾ ഭാരപ്പെട്ട, നിങ്ങൾ കുഴഞ്ഞു പോയ ആ വിഷയത്തിൻ്റെ മേൽ ഒരു പരിഹാരം തരാൻ കഴിയുന്ന, ഒരു പോക്കുവഴി ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയാം, ഇന്ന് പകലിൽ പലവിധമായ പരീക്ഷകളാൽ, പലവിധമായ പ്രതിസന്ധികളാൽ ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ബുധനാഴ്ച പകലിൽ നിങ്ങളുടെ ദൈവശബ്ദമായി കൈമാറുന്നു. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന സകല വിഷയത്തിൻ്റെ മേലും ഒരു പരിഹാരം കർത്താവ് തരും. നിങ്ങൾ തകരാൻ അനുവദിക്കത്തില്ല. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. തെസ്സലോനിക്ക സഭയ്ക്ക് ദൂതെഴുതുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പരിശുദ്ധാത്മാവിൽ തെസ്സലോനിക്ക സഭയോട് പറയുന്നൊരു ദൈവ സന്ദേശമുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. അതെ, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാകും. അവൻ അത് നിവർത്തിക്കും. നിന്റെ തലമുറയോടുള്ള, നിന്റെ കുടുംബത്തോടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും
നിങ്ങളിന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊക്കെ വിഷയങ്ങളാണോ അതിനകത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, നിങ്ങളുടെ വിഷയത്തിലൊരു പോക്കുവഴി ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവമുണ്ട്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവത്താൽ എൻ്റെ പ്രിയപ്പെട്ടവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നവർ പരീക്ഷാഘട്ടങ്ങളിലൂടെ പലവിധമായ ഭാരങ്ങൾ, പ്രയാസങ്ങളിലൂടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു മഹത്വം ദൈവം വെളിപ്പെടുത്തും. ദൈവം അവരെ അനുഗ്രഹിക്കണം. ദൈവ കൃപ കൊണ്ട് പൊതിയണം. സ്വർഗീയ മഹത്വം ചലിക്കും. കൃപ കൊണ്ട് പൊതിയും. യേശുവിൻ നാമത്തിൽ തന്നെ. അതെ, നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ ദൈവം വഴിയൊരുക്കാൻ, ദൈവം പോക്ക് വഴിയൊരുക്കാൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം